9 ദിവസമായി നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹപ്രവാഹത്തിന് വ്യാവഹാരിക ബുദ്ധിയിൽ ഒരു നന്ദി പറയുവാനായിട്ട് ശ്രീ കെ.ആർ. നമ്പ്യാർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. സംപൂജ്യ യജ്ഞാചാര്യനും ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. കഴിഞ്ഞ 9 ദിവസം വൈകുന്നേരം 2 മണിക്കൂർ 18 മണിക്കൂർ, രാവിലെ 8 ദിവസം 8 മണിക്കൂർ 26 മണിക്കൂർ. ഇവിടെ ഒരു പ്രഭാഷണമോ ക്ലാസ്സോ ആയിരുന്നില്ല നടന്നിരുന്നത്. ഒരു ആത്മവിചാര സത്രം, ബ്രഹ്മവിചാര സത്രം എന്ന് പറഞ്ഞാലേ ഇത് പൂർണ്ണമാകും. പ്രഭാഷണമല്ല. കാരണം നാം അറിയാതെ അനായാസേന നമ്മുടെ ഉള്ളിൽ ഒരു പരിവർത്തനം, ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ, ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും നടന്നിട്ടുണ്ട്, സംശയമേ വേണ്ട. പ്രഭാഷണത്തിൽ അത് നടക്കണമെന്നില്ല. ഈ ചെവിയിലെ കേട്ട് ഈ ചെവിയിലെ പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കൂടെ കേട്ട ആളാണ് ഞാനും. നിങ്ങളുടെ പ്രതിനിധിയായിട്ട് ഞാൻ പറയുന്നു, എനിക്ക് നല്ല ഉറപ്പുണ്ട്. മിക്കവാറും എല്ലാവരും എനിക്ക് പരിചയമുള്ളതുമാണ്. ഈ ആശയങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല. ആചാര്യന് തികച്ചും കൃതാർത്ഥനാകാം ആ കാര്യത്തിൽ. 2 വാക്കുകൾ കൊണ്ടാണത്രേ ആദികവി വാൽമീകി രാമായണം രചിച്ചത്. 24,000 ഗ്രന്ഥങ്ങൾ രചിച്ചത് 2 വാക്കുകളുണ്ട്. ധർമ്മം ചര. ഇവിടെ കഴിഞ്ഞ 9 ദിവസമായിട്ട് 2 അക്ഷരം കൊണ്ടാണ് ഈ 26 മണിക്കൂർ ഈ ബ്രഹ്മവിചാരം നടന്നത്. പറയാമോ? 2 അക്ഷരം, 2 വാക്കെടുത്തിട്ടില്ല. ബാക്കിയൊക്കെ അവിടെ കിടപ്പുണ്ട്. 2 അക്ഷരം. ഞാൻ ആർ. അതിൻ്റെ ഉപബൃംഹണമാണ് നാം ഇവിടെ അനുഭവിച്ചത് മുഴുവനും. ആ 2 അക്ഷരം, സംശയമില്ല. അതാണ് ശ്രുതി, അതാണ് നിറഞ്ഞു നിൽക്കുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ആധാരം, അത് തന്നെയാണ് വിസ്തരിച്ചത് മുഴുവനും. ഉപബൃംഹണം മുഴുവനും അത് തന്നെയാണ്. ഞാൻ ആർ. ഈ പറഞ്ഞ വാക്കുകൾ മുഴുവൻ ഒന്ന് പിഴിഞ്ഞെടുത്താൽ, കടഞ്ഞെടുത്താൽ എന്ത് കിട്ടും? സ്വസ്വരൂപത്തിൽ അമർന്നിരിക്കൂ. എന്നിട്ട് വിഷയവികാര വിചാരാത്മകമായ ഈ ബാഹ്യപ്രപഞ്ചത്തിൽ നൃത്തം ചെയ്യൂ. യോഗസ്ഥ കുരു കർമാണി. യോഗസ്ഥനായിക്കൊണ്ട് കർമാണി കുരു. യോഗം ഇവിടെ പല രീതിയിൽ വിസ്തരിച്ചു. യുക്തഃ എന്ന സംജ്ഞയും വിവരിച്ചു. സ്ഥിതപ്രജ്ഞ ലക്ഷണം പല പ്രഭാഷകരിൽ നിന്നും കേട്ടിട്ടുണ്ട് നമ്മളൊക്കെ. എപ്പോഴും തുടങ്ങാറ് ഉപക്രമം നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാകും. ബ്രഹ്മത്തെ നിർവചിക്കാം, ബ്രഹ്മത്തെ വിസ്തരിക്കാം. ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഗിവ് ദ പ്രൊഫൈൽ ഓഫ് എ മാൻ ഓഫ് സ്റ്റഡി വിസ്റ്റം എന്ന ഉപക്രമത്തോടുകൂടിയാണ് എല്ലാവരും തുടങ്ങാറ്. ഇവിടെ അതുണ്ടായില്ല. വാക്കുകൊണ്ട് വിസ്തരിക്കാൻ പറ്റാത്ത ആശയങ്ങൾ നമ്മുടെ കയ്യിലുള്ള ഏക ഉപകരണമായ വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കുക. അത് നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിപ്പിക്കുക, ചലനമുണ്ടാക്കുക, മാറ്റമുണ്ടാക്കുക. ആ മാസ്മര വിദ്യ നടത്തിയത് എങ്ങനെയെന്ന് ശ്രദ്ധിച്ചോ? ഓരോ വാക്ക് പറയുമ്പോഴും ശരീരത്തോടുകൂടി ജനമധ്യത്തിൽ ജീവിച്ച മഹാത്മാക്കൾ, ഗുണാതീതർ, പരാഭക്തർ, അവരെയൊക്കെ നമ്മൾ മുമ്പിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. എത്ര പേരെ? എണ്ണമറ്റ മഹാത്മാക്കൾ, ഭാരതത്തിലെ പല ഭാഗത്ത് ജീവിച്ച, പല കാലഘട്ടത്തിൽ ജീവിച്ച മഹാത്മാക്കളെ ഓരോ നിമിഷവും നമ്മൾ മുമ്പിൽ കൊണ്ട് നിർത്തി. ഇതൊരു ടീച്ചിങ് ആയിരുന്നില്ല, ഒരു ഡെമോൺസ്ട്രേഷൻ കം ട്രെയിനിങ്. തമിഴ്നാട്ടിൽ ആകെ തപ്പിപ്പെറുക്കി എല്ലാവരെയും കൊണ്ടുവന്നു. മഹാരാഷ്ട്രത്തിൽ പോയി അവിടുന്ന് കൊണ്ടുവന്നു. പോരാ, ബംഗാളത്ത് പോയി അവിടുന്ന് ചൈതന്യ മഹാപ്രഭുവിനെയും രാമകൃഷ്ണദേവനെയും വിവേകാനന്ദ സ്വാമികളെ കൊണ്ടുവന്നു. പോരാ, ബോർഡർ കടന്നു പാകിസ്ഥാനിലേക്ക് പോയി. രാമതീർത്ഥരെ അവിടുന്നാണ് കൈപിടിച്ചു കൊണ്ടുവന്നത്. ആ പ്രയത്നം നമ്മൾ അറിഞ്ഞിരുന്നില്ല. രാമതീർത്ഥരെ അവിടുന്ന് കൊണ്ടുവന്നു. ദേ കറാച്ചിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നിർത്തി നമ്മുടെ മുമ്പിൽ. 1 തവണയല്ല, 2 തവണ, പലതവണ. മഹാഭാരതത്തിൽ വ്യാസഭഗവാൻ
ഗുണബ്രാഹ്മണനെ പറയുന്നുണ്ട്. ആരാണ് ഗുണബ്രാഹ്മണൻ? ആരാണ് കർമ്മബ്രാഹ്മണൻ? ജാതി ബ്രാഹ്മണനല്ല. ആവുന്നതുകൊണ്ട് തെറ്റില്ല. ഏകത, സമത, സത്യത, ശീലം, സ്ഥിതി. ഇതിലപ്പുറം ഒരു സമ്പത്തില്ല ഗുണബ്രാഹ്മണൻ. ഇതാണ് വെൽത്ത്. ഇതിനപ്പുറം ഒരു വെൽത്തില്ല. ഏകത, സമത, സത്യത ച ശീലം സ്ഥിതിർ ദണ്ഡനിധാനം ആർജവ തതസ്തതശ്ചോപരമ ക്രിയാഭ്യ. അതിലെ ഓരോ വാക്കും അടിവരയിട്ടുകൊണ്ട് ഓരോ തവണയും ആവർത്തിച്ച് നമ്മളെ അറിയിച്ചിരുന്നു. പറയാതെ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയണത്. പറഞ്ഞത് നമുക്കൊക്കെ കേൾക്കാം, പറയാതെ പറഞ്ഞത് ബിറ്റ്വീൻ ദ ലൈൻസ്. ഏകത, ഉള്ളതൊന്ന് മാത്രം. അതുതന്നെയാണ് ഞാനും നിങ്ങളുമായി വിസ്തരിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ ആധാര സത്ത. അതുതന്നെയാണ് ഇതിൻ്റെ അതീതമായ ശക്തി. ഇമ്മനന്റ് ആൻഡ് ട്രാൻസെൻഡന്റൽ ആൻഡ് ഓൾസോ ദി വെരി സബ്സ്ട്രാക്ടം. അത് തന്നെയായിരുന്നു ഓരോ വാക്കിൻ്റെയും അടിവരയിട്ട് പറഞ്ഞത്. കഥ, സത്യത. സത്യമൊക്കെ വന്നപ്പോഴാണ് കൃഷ്ണാവതാരം വന്നത്. പെട്ടെന്ന് നമുക്ക് തോന്നും, അയ്യോ ഇത് ഭാഗവതത്തിലെ കൃഷ്ണാവതാരാണോ? രൂപം യത്തത് പ്രാഹുരവ്യക്തമാദ്യം എന്ന് പറഞ്ഞങ്ങോട്ട് ചൊല്ലിയില്ലേ ദേവകി വസുദേവന്മാരുടെ സ്തുതി. അതുകൊണ്ടാണ് നമുക്കിത് വേദാന്തം ഡ്രൈ ആയി തോന്നാതിരുന്നത്. അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞ ലക്ഷണം പറയുമ്പോൾ, കട്ടി വേദാന്തം പറയുമ്പോൾ മിക്കവാറും ആളുകൾ ഒന്നല്ല ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോവും. അതില്ലാതിരിക്കാൻ കാരണം നമുക്ക് സുപരിചിതമായ പല ഗ്രന്ഥങ്ങൾ, പല ഗ്രന്ഥകർത്താക്കൾ, പല മഹാത്മാക്കൾ, പല ആശ്രമങ്ങൾ, പല സന്ദർഭങ്ങൾ വന്നും പോയും കൊണ്ടിരുന്നു. സത്യത്തിൽ ആ കൃഷ്ണാവതാരം വന്നപ്പോൾ ഒന്ന് മറന്നുപോയി, വേദാന്തമാണ് ഇവിടെ സംസാരിക്കുന്നത്. മനസ്സിൽ ആ താമര കണ്ണൻ ഇങ്ങനെ നൃത്തമാടുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ദൃഷ്ടിം ജ്ഞാനമയം കൃത്വ പശ്യേത് ബ്രഹ്മമയം ജഗത് എന്ന് ആവർത്തിച്ച് പറയുമ്പോഴൊക്കെ അപരോക്ഷാനുഭൂതി ക്ലാസ് ആണോ? ദൃശ്യവും ദോ പദാർത്ഥവും സ്ഥഹ പരസ്പര വിലക്ഷണവും എന്ന് കേട്ടപ്പോൾ അയ്യോ ഇത് ദൃക്ദൃശ്യ ക്ലാസ് ആണോ? ചിലപ്പോൾ സൗന്ദര്യലഹരി ക്ലാസ് ആണോ എന്ന് തോന്നിപ്പോ. പെട്ടെന്ന് മാറി വരുന്നു. എവിടെയൊക്കെ പോയി എവിടെയൊക്കെ വന്നു നമ്മൾ, ആരൊക്കെ ഇവിടെ വന്നു, ആരെയൊക്കെ നമ്മൾ കണ്ടു. മഹാത്മാക്കളുടെ ഒരു ഘോഷയാത്ര നമ്മുടെ മുമ്പിൽ പോയില്ലേ. എത്ര ഗ്രന്ഥങ്ങൾ, എത്ര സന്ദർഭങ്ങൾ, എത്ര സ്ഥലങ്ങൾ, ഏതൊക്കെ കാലഘട്ടങ്ങൾ. ഭാഗവതത്തിൽ തന്നെ വ്യാസഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഷഷ്ഠസ്കന്ധത്തിൽ വിശ്വരൂപനെ നമസ്കരിക്കുകയായിരുന്നു ദേവന്മാർ ചെന്നിട്ട്. താരതമ്യേന വളരെ യങ്ങായിട്ടുള്ള വിശ്വരൂപനെ നമസ്കരിക്കുമ്പോൾ ദേവന്മാർ പറയുന്നുണ്ട്, വിഷമിക്കരുത്. ലൗകികമായ രീതിയിൽ പ്രായം എന്നത് വയസ്സ്, ശരീരത്തിന്റെ വയസ്സാണ്. നസാസഭ എത്ര സന്ധി വൃദ്ധ, ഒരു സഭയാകുന്നില്ല വൃദ്ധരില്ലെങ്കിൽ എന്ന്. അതാണ് ലൗകിക രീതിയ നമ്മുടെ സമ്പ്രദായം. ഭാഗവതത്തിൽ ഷഷ്ഠസ്കന്ധത്തിൽ വ്യാസഭഗവാൻ എടുത്തു പറയുന്നു 7-ാം അധ്യായത്തിൽ, അല്ല, തെറ്റി. ആധ്യാത്മിക ലോകത്തിൽ ശരീരത്തിന്റെ പ്രായമല്ല പ്രായം, ജ്ഞാനമാണ് അതിൻ്റെ യാർഡ് സ്റ്റിക്ക്. അതുകൊണ്ടാണ് വിശ്വരൂപ ഞങ്ങൾ നിന്നെ നമസ്കരിക്കുന്നത് പ്രായം കൊണ്ടല്ല. ആന്തരികമായി ഒരു പരിവർത്തനം വരുത്താൻ നമ്മുടെ ഉള്ളിൽ ജന്മനാ ഉള്ള ബ്രഹ്മബീജം എന്ന് ആചാര്യൻ്റെ തന്നെ വാക്ക് ഞാൻ കടമെടുത്താൽ, ആ ബീജം പൊട്ടി അങ്കുരമായി മാറാൻ, ദളങ്ങൾ വരാൻ സർവേശ്വരൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യജ്ഞാചാര്യനും കുടുംബത്തിനും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകാൻ നമുക്ക് കൂട്ടായി പ്രാർത്ഥിക്കാം. ഗ്രാമജന സമൂഹം, കിണറ്റങ്കര സമൂഹം, ബ്രാഹ്മണ സഭ, അവർ നമ്മുടെ അഭിനന്ദനം അർഹിക്കുന്നു. ആത്മാർത്ഥതയോടുകൂടി, ഊർജ്ജസ്വലതയോടുകൂടി, കൂട്ടായ്മയോടുകൂടി സംഘടിപ്പിച്ച ഈ
ആ പ്രോഗ്രാം എത്രയോ ഭംഗിയായി അവർ നടത്തിയിട്ടുണ്ട്. അതിന് അവരോട് നമുക്ക് നന്ദിയുണ്ട്. വളരെ ദൂരത്ത് നിന്ന് പ്രായം പരിഗണിക്കാതെ, ശാരീരിക അസ്വാസ്ഥ്യം പരിഗണിക്കാതെ വന്ന പലരും ഇവിടെയുണ്ട്. അല്ലായിരുന്നുവെങ്കിൽ മട്ടാഞ്ചേരിയിൽ ചെയ്യാറുള്ള രീതിയിൽ 9 ദിവസവും പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറയാമായിരുന്നു, മനസ്സിൽ അടുക്കി കിടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കാണുന്നു മട്ടാഞ്ചേരിയിൽ നിന്ന് വരുന്ന പൈമാമനും കുടുംബവും, രാജമാഷ്ട മകള് പരമേശ്വരയ്യരും കുടുംബവും, നോക്കൂ എത്ര ആത്മാർത്ഥമായിട്ട് രാവിലെ 7 മണിക്ക് തന്നെ അവരൊക്കെ ഇവിടെ എത്തിയിരിക്കണോ അറിയും. അമ്പലമുകളിൽ നിന്ന്, എടപ്പള്ളിയിൽ നിന്ന്, കളമശ്ശേരിയിൽ നിന്ന് വന്ന ആളുകളെ ഞാൻ കാണുമ്പോൾ ഈ 9 ദിവസത്തെ കാര്യങ്ങൾ വിസ്തരിക്കുന്ന ഒട്ടും ശരിയല്ല. അതുകൊണ്ട് മാത്രമാണ് ചുരുക്കുന്നത്. മാത്രമല്ല നിങ്ങളും ഒക്കെ കേട്ടവരാ, എല്ലാവരും വേണ്ട പക്വതയുള്ളവരുമാണ്, ധാരാളം ശ്രവണം ചെയ്തവരുമാണ്, ജീവിത അനുഭവമുള്ളവരാണ്. അതുകൊണ്ട് ഇത്ര മതി എന്ന് കരുതും. അടുത്ത വർഷവും ഇതേമാതിരി ഒരു സന്ദർഭം ഉണ്ടാവാൻ എറണാകുളത്തപ്പൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും യജ്ഞാചാര്യൻ്റെ പാദങ്ങളിൽ ദീർഘദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. आनन्देन जातानि जीवन्ति आनन्दं प्रयन्त्यभिसंविशन्तीति सैषा भार्गवी वारुणी विद्या परमे व्योमन् प्रतिष्ठिता य एवं वेद प्रतितिष्ठति अन्नवानन्नादो भवति महान् भवति प्रजया पशुभिः ब्रह्मवच्चसेन महान् कीर्त्या. കഴിഞ്ഞ 9 ദിവസമായിട്ട് നമ്മൾ ഈ ഒരു സന്ദർഭം എറണാകുളത്തപ്പൻ്റെ കൃപയാ കിട്ടി. അതിനുവേണ്ടി നിസ്വാർത്ഥമായിട്ട് എവിടെയും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. എവിടെയും വലിയ കാര്യങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളെപ്പോലെ അതിന് ഒരു കാരണമാവുന്നവർ മുമ്പിലുണ്ടാവും. പക്ഷേ അതിന് പുറകിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന കുറേ ആളുകളുണ്ട്. ഒരു പറ്റം ആളുകളുണ്ട്. ആ നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരെ ഒരു ഉപകരണമാക്കി വെച്ചുകൊണ്ടാണ് ഭഗവാൻ മഹത് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെ നിസ്വാർത്ഥമായിട്ട് ഇതിന് പുറകിൽ ആഗ്രഹിച്ച് ഈ യജ്ഞം നടത്തണമെന്ന് ഉദ്ദേശിച്ച് അതിനുവേണ്ടി നിങ്ങളെയും ഒക്കെ അറിയിച്ച് എന്നെയും അറിയിച്ച് ഇവിടെ അതിനുവേണ്ടി ഒരുക്കി ഈ ഒരു യജ്ഞം 9 ദിവസം കേൾക്കാനും പറയാനുമായിട്ട് ഒരു സഭ ഒരുക്കി തന്ന ഇതിൻ്റെ ഭാരവാഹികൾ, അവരെയൊക്കെ നിങ്ങൾക്കറിയാം, ഓരോരുത്തരെയും നിങ്ങൾക്കറിയാം. അവരോട് ഭഗവത് കൃപ അവരെ പൂർണ്ണമായും, അവർക്ക് ഭഗവത് കൃപ ഉണ്ടാവട്ടെ. എന്താണോ ഒരു ജീവന് ഏറ്റവും അധികം ഹിതകരമായിട്ടുള്ളത് അത് ഭഗവാൻ അവർക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ ഒക്കെ ഉള്ളൂ. 2, ഇപ്പം നമ്പ്യാർ സാർ പറഞ്ഞ പോലെ എത്രയോ ദൂരത്ത് നിന്നും ഇത് കേൾക്കാനായിട്ട് ഇത്രയധികം ഉത്സാഹത്തോടുകൂടെയും ശ്രദ്ധയോടുകൂടെയും ഇവിടെ വന്നിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈ കേട്ടത് പ്രയോജനപ്പെടാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അതിനോടുകൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു തപസ്, ഈ കേട്ടതിനെ പലരും ചോദിക്കും, ഇത്രയും ദിവസം ഞങ്ങൾ രാവിലെ 1 മണിക്കൂർ, വൈകുന്നേരം 1.5 മണിക്കൂർ ഇവിടെ വന്നു, നാളെ എന്ത് ചെയ്യും വെച്ചു. അപ്പം നാളെ ഇതേ സമയം സാധിക്കുമെങ്കിൽ ഇതേപോലെ ആക്കി തീർക്കുക. എന്നുവെച്ചാൽ അത്രയും ഇരുന്ന് മനനം ചെയ്യുക, ഏകാന്തമായി ഇരുന്ന് വിചാരം ചെയ്യുക. ഈ കേട്ടതിനെ മനനം ചെയ്ത് നമ്മളുടേതാക്കുക. നമ്മൾ വിചാരം ചെയ്താലേ നമ്മളുടേതാവുള്ളൂ. അല്ലെങ്കിൽ ആ കേട്ട ഒരു അനുഭൂതിയുടെ ഒരു അവ്യക്തമായ ഒരു ഓർമ്മയുണ്ടാവും, അത്രയേ ഉള്ളൂ. ആ കേട്ടത് വ്യക്തമായി നമ്മളുടെ അനുഭവമാണെങ്കിൽ നമ്മൾ മനനം ചെയ്യണം. ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ.
അതിനുള്ള ബലം നമുക്കുണ്ടാവണം, ഉത്സാഹം ഉണ്ടാവണം. എന്നാലേ ഈ കേട്ടത് തുടർന്ന് പ്രവർത്തിക്കുകയുള്ളൂ. 3, ഇപ്പൊ ഇവിടെ ഒരു 15 മിനിറ്റ് നേരം ശ്രീ നമ്പ്യാർ സാർ പ്രഭാഷണം ചെയ്തു. കുറച്ചു നേരം കൂടെ ആവാമായിരുന്നു എന്നൊരു കൊതി. എന്താന്ന് വെച്ചാൽ അദ്ദേഹം വളരെ ആഴമായി ഇത് വിചാരം ചെയ്യുന്ന ഒരു പ്രിയ സുഹൃത്താണ്. മട്ടാഞ്ചേരി അദ്ദേഹം സൂചിപ്പിച്ചു, മട്ടാഞ്ചേരിയിൽ ഇതുപോലെ ഒരാളുണ്ട്. ഇവർ രണ്ടുപേരുമാണ് എറണാകുളത്ത് വരുമ്പോൾ എനിക്ക് അദ്ദേഹം കേട്ടത് മുഴുവൻ, മട്ടാഞ്ചേരിയിൽ വെങ്കടാചലം അദ്ദേഹം കേട്ടത് മുഴുവൻ പറയും. കേട്ടത് ആദ്യം മുതൽ അവസാനം വരെ വരിവരിയായി എടുത്ത് പറയും. അതെനിക്ക് ആശ്ചര്യം തോന്നും, എങ്ങനെയാ ഇങ്ങനൊരു ഓർമ്മ നിൽക്കണതെന്ന് തോന്നും. അത് അത്ര ശ്രദ്ധയോടെ പിടിച്ചത്. അതുപോലെ നമ്മളെ കുറച്ചു നേരം ഇവിടെ നമ്മളുടെ മുമ്പിൽ ഇതിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞ് നമ്മളെ ആശീർവദിച്ച അദ്ദേഹത്തിനും ഭഗവത് കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് നിർത്താം. അതോടൊപ്പം സ്ഥിതപ്രജ്ഞ ലക്ഷണമാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്ഥിതപ്രജ്ഞത്വത്തിൻ്റെ ഒരു എഫക്റ്റ് എത്ര നേരം ഉണ്ടാവും എന്ന് നോക്കാം. നിങ്ങളിലൊക്കെ ഉണ്ടാവും എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. എനിക്ക് നിങ്ങളിൽ നല്ല വിശ്വാസമാണ്. വിശ്വാസം അല്പം പോലും കുറവില്ല. അതുകൊണ്ട് ആദ്യം ചെയറിൽ ഇരിക്കുന്നവർ ആദ്യം അവിടെ തന്നെ ഇരിക്കുക. എന്താണെന്ന് വെച്ചാൽ പലരും വയസ്സായവരായതുകൊണ്ട് തിരക്ക് അവർക്ക് പറ്റില്ല. മുമ്പിൽ കുറച്ച് പേരേ ഉള്ളൂ. അവർ പോയ ശേഷം ചെയറിലുള്ളവർ എഴുന്നേറ്റ് വന്നാൽ വേഗം കാര്യം കഴിയും. ഫാലാവനം രതിരീടം ഫാലനേത്രാച്ഛിഷാദഗ്ധപഞ്ചേഷു കീടം ശൂലാഹതാരാതികൂടം ശുദ്ധവക്രേന്ദുചൂടം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ അംഗേ വിരാജദ്ഭുജംഗം അഭ്രഗംഗാതരംഗാഭിരാമോത്തമാംഗം ഓംകാരവാടീകുരംഗം സിദ്ധസംസേവിതാംഘ്രിം ഭജേ മാർഗബന്ധും ശംഭോ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ നിത്യം ചിദാനന്ദരൂപം നിഹ്നുതാശേഷലോകേശവൈരിപ്രതാപം കാർത്തസ്വരാഗേന്ദ്രചാപം കൃത്തിവാസം ഭജേ ദിവ്യസന്മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ കന്ദർപ്പദർപ്പഘ്നമീശം കാലകണ്ഠം മഹേശം മഹാവ്യോമകേശം കുന്ദാഭദന്തം സുരേശം കോടിസൂര്യപ്രകാശം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ മന്ദാരഭൂതേരുദാരം മന്ദരാഗേന്ദ്രസാരം മഹാഗൗര്യദൂരം സിന്ദൂരദൂരപ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗബന്ധും ശംഭോ ദേവദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ
ത്വാം ആത്മനാഥം രമണം ഭജാമി. ഹര നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ.